ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഗീവരിച്ചു. ബഹുമാനപ്പെട്ട ഇട്ടു പാലുക്ക അച്ഛൻ പറഞ്ഞതിന് ഒരു മറുപടി പറഞ്ഞു. അത് ഒത്തിരി സമയമെടുത്ത് പോകണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോ കൂടി ബാക്കി ആയിട്ട് വരുന്നത്. അച്ഛൻ പറഞ്ഞ 6 മുതൽ 9 വരെ ഭൂമിയിലാകെ ഇരുട്ട് വരുന്നു. കർത്താവ് പിശാചിനോട് പോരാടി. ആ പോരാട്ടം ആയതുകൊണ്ടാണ് മറ വലിച്ചിട്ട് രഹസ്യമായിട്ട് നടത്തുന്നതെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായിരുന്നാലും ഞാൻ ആ ലോജിക്കിലേക്കൊന്നും കടക്കുന്നില്ല. മറിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹ, കണിയമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹ പരസ്രൂഷ ആരംഭിച്ചപ്പോൾ മുതൽ പിശാചിനോട് പോരാട്ടം തുടർന്നു. യുദ്ധ അവസാനമാണ്, യുദ്ധത്തിൻ്റെ പാരമ്യത്തിലെത്തിയ സമയമാണ് കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെട്ടത് എന്നാണ് കണിയമ്പറമ്പിൽ അച്ഛൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു. ഞാൻ മാത്രമല്ല, അന്ന് വേറെ ആരോ 1-2 പേരും കൂടെ ആ കൂട്ടത്തിൽ ആ ശുശ്രൂഷയിൽ അച്ഛൻ്റെ അടുക്കൽ പഠിക്കാൻ വന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അത് കേട്ടതാണ്. അപ്പോൾ ആ പാരമ്യത്തിലെത്തി, അപൂർണ യുദ്ധം നടന്നു. ആ യുദ്ധമാണ്, ആ നേരിട്ടുള്ള പോരാട്ടത്തിലാണ് കുരിശേ കടന്നുകൊണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് കണ്ണിപ്പിൻ്റെ രഹസ്യം അത് രഹസ്യമായിട്ടിരിക്കണം, അല്ലെ കുർബാന മുഴുവൻ എപ്പോഴും ഫുൾ ടൈം ആർക്കും ഒന്നും മനസ്സിലാകാതിരിക്കണം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ജനങ്ങൾ സംബന്ധിക്കുന്നു. ഞാനതുകൊണ്ട് അച്ഛാ പറഞ്ഞത്, പല പള്ളികളിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. കുർബാന നല്ല ഈണത്തിലും ഇമ്പത്തിലും ഒക്കെ നീട്ടി നടക്കും. പക്ഷേ പല ആളുകൾക്ക് അതിനകത്ത് പൂർണ്ണമായി ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ഇതിൻ്റെ അർത്ഥമോ ഇതിൻ്റെ സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ മനസ്സിലാകുന്നില്ല. അവർ പുറത്തും അവിടെ ഇവിടെയൊക്കെ അശ്രദ്ധയോടെ നിൽക്കുന്നു. അത് ഞാൻ അന്നേരം ഒരു ഇത് പറഞ്ഞു. ചിലർ മുറ്റത്തിൽ നിന്ന് പുല്ല് പറിക്കും, ചിലർ ഭിത്തിയിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ മധ്യസ്ഥ പ്രാർത്ഥന വരുമ്പോൾ ചാടി അകത്ത് കയറുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ് അച്ഛാ. അല്ലാതെ അവിടെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. മർക്കോസിൻ്റെ മാളയമുറിയിൽ 12 പേരുമായിട്ട് മാത്രമാണ് കർത്താവ് ചെന്നത്. അവരെ കാര്യങ്ങൾ പറഞ്ഞു, അവരെ ഭരമേൽപ്പിച്ചു. കർത്താവിൻ്റെ ശിഷ്യന്മാർ അപ്പമേശമേൽ ശുശ്രൂഷിച്ചു. അത് അവരുടെ ശുശ്രൂഷ അപ്പമേശമേൽ മാത്രമായപ്പോൾ മുറിവുറുപ്പുണ്ടായി. യൗവനക്കാരിൽ നിന്ന് ഒക്കെ മുറിവുറുപ്പ് വന്നപ്പോൾ അവർ വേറെ സ്തെഫാനോസ് സഹിത അടക്കമുള്ളവരെ തിരഞ്ഞെടുത്ത് ആ സ്ഥാനത്തിന് വേണ്ടി നിയോഗിച്ചു. ഇങ്ങനെയൊക്കെയായി പഠിച്ചു വച്ചിരിക്കുന്ന കാര്യത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിശ്വാസി ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കണം. വിശ്വാസികൾ ആയിട്ടുള്ളവർ ഇതറിയണം. എന്താണ് സുറിയാനി സഭയുടെ വിശ്വാസവും പാരമ്പര്യമെന്ന് മനസ്സിലാക്കണം. അതെന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? പിന്നെ നമ്മളുടെ ദൈവാലയത്തിനുള്ളിൽ വിശുദ്ധ കുർബാന ചൊല്ലിയാലും മരച്ചോട്ട് ചൊല്ലിയാലും തബ്ലീത്ത പലക ഉണ്ടെങ്കിൽ എവിടെ വെച്ചോളും കുർബാന ചെല്ലാമല്ലോ. അതിന് മറ നിർബന്ധമൊന്നുമില്ലല്ലോ. അതിന് മറ നിർബന്ധമൊന്നുമല്ല. അപ്പം മറ ഇടുന്നത് അതൊരു സാരാംശമാണെന്ന് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സാരാംശം എപ്പോഴും അനുവർത്തിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരുന്നില്ല. അതുകൊണ്ടുള്ള ചിലപ്പോൾ നമ്മുടെ സഭയിൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ത്രങ്കക്ഷിക്കാർ നമ്മളെ ഇറക്കി വിട്ടപ്പോൾ നമ്മൾ പോയി മരച്ചോട്ടിലും ഒക്കെ കുർബാനയിൽ അത് കാനൂനികമായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യവുമാണല്ലോ. അതുകൊണ്ടുള്ള അങ്ങനെ ചെല്ലേണ്ടി വന്നത്. ആ സമയത്ത് ചുറ്റും മറ കിട്ടി. ഞാൻ കണ്ടിട്ടുണ്ട് സിറിയയിലെ, ഇപ്പോഴും യൂട്യൂബിൽ ആ വീഡിയോ കിടപ്പുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് കല്ലിൻ്റെ പുറത്ത്, കുറേ കൂടിയിട്ടിരിക്കുന്ന കല്ലിൻ്റെ പുറത്ത് നിന്നിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അവിടെ മെഴുതിരിക്കാല് പോലും 2 ഉള്ളൂ, ഒരു കുഞ്ഞു കുരിശും. നമ്മൾക്ക് ആ കുർബാനയ്ക്കാണ് അവിടെ പ്രാധാന്യം, അല്ലാതെ അതിൻ്റെ അടയാഭരണങ്ങളായിട്ട് ബാക്കി ചെയ്തിരിക്കുന്ന ചിത്രീകരണങ്ങൾക്കായിട്ടാണെന്ന് അവിടെ കാണുന്നില്ല. പിന്നെ പരിശുദ്ധ തൃത്വത്തെ വ്യാഖ്യാനിച്ചു എന്ന് വെച്ചാൽ ഞാൻ ഉപമ കൊണ്ട് പറഞ്ഞതല്ല. സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞു വെള്ളത്തിൻ്റെ 3 അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, മനുഷ്യൻ്റെ 3 അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. തൃത്വം എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വെള്ളം നീരാവി ആയാലും H2O ആണ്, വെള്ളം വെള്ളമായിട്ടിരുന്നാലും H2O ആണ്, വെള്ളം ഐസായാലും H2O ആണ് എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഇടയ്ക്കൊന്ന് സംസാരിച്ചപ്പോൾ മിസ്റ്റേക്ക് വന്നു. അവിടെ എനിക്കത് പൂർത്തിയാക്കി പറയാൻ പറ്റില്ല. അതായത് വെള്ളം നീരാവി ആയിരുന്നാലും അത് H2O ആണ്, വെള്ളമായിട്ടിരുന്നാലും H2O ആണ്, അതുപോലെ വെള്ളം ഐസായിരുന്നാലും അത് H2O ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് 3 ക്നൂമാകളിലും സാരാംശത്തിലൊന്നാണ് ദൈവം എന്ന് പറയാൻ വന്നു. അതത്രയും അങ്ങോട്ട് വിശദീകരിച്ച് ഞാൻ പറഞ്ഞില്ല. എങ്കിലും വെള്ളത്തെ കൊണ്ട് ഞാൻ ത്രിത്വത്തെ താതാത്മ്യം ചെയ്ത് ഉപമിച്ച് പറഞ്ഞതല്ല, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ മനുഷ്യൻ്റെ 3 അവസ്ഥ, ദേഹം, ദേഹി, ആത്മാവ്, 3 അവസ്ഥയും കൂടെ സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ഏകത്വം അത് ഈ ദൈവത്തിൻ്റെ സാരാംശം
ഈ മൂന്നവസ്ഥയിലും, അതായത് പിതാവും പുത്രനും പരിശുദ്ധ എന്നതിൽ മൂന്നവസ്ഥയിലും ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു, ഉപമയായിട്ട് പറഞ്ഞതല്ല. പിന്നെ അച്ഛൻ വിമർശിച്ചു പരിശുദ്ധ റൂഹ പ്രാപരൂപത്തിൽ കണ്ടു ഇറങ്ങി വന്നു എന്ന് പറഞ്ഞതിനെക്കുറിച്ച്. എനിക്ക് അച്ഛൻ പറഞ്ഞതിന് അത് സത്യമായിട്ടും എനിക്കത് മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് തന്നെ അച്ഛൻ പറയുന്നുമുണ്ട്. പറഞ്ഞേച്ച് ഞാനത് അങ്ങനെയല്ല പറഞ്ഞു എന്നും പറയുന്നുണ്ട്. എനിക്കത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ അച്ഛൻ ചോദിച്ചു, തീനാമ്പുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നപ്പോൾ അതിന് ജീവനുണ്ടായിരുന്നു എന്ന്. പരിശുദ്ധ റൂഹ ആണ് അവരുടെ മേൽ തീനാമ്പുകളുടെ രൂപത്തിൽ ആവസിച്ചെങ്കിൽ 100% അതിന് ആ പരിശുദ്ധാത്മാവ് ജീവനുണ്ട്. അതേത് രൂപത്തിലായിരുന്നു? ആളത്വമുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ആളത്വമുണ്ട്, അതായത് വ്യക്തിത്വം. ആ ഒരു വ്യക്തിത്വം ആളത്വം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. പിതാവിനെ, പുത്രനെ, പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പുത്രൻ എടുക്കപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അച്ഛൻ പറയുന്നത് കണ്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ശോശപ്പായെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ ഡെഫിനേഷൻ ഞാൻ ആദ്യം കേൾക്കുക. സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഡെഫിനേഷനെ കുറിച്ച് അറിയത്ത് പോലുമായിരുന്നു. 3 കണ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ട് അടക്കി എന്നൊക്കെയുള്ളതല്ലാണ്ട് അതിനകത്ത് തല ചുറ്റിയ റൂമാലിന് തുല്യമായിട്ടാണ് ശോശപ്പായ കാണുന്നതെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ വായിച്ച ഡെഫിനേഷനകത്ത് കാണുന്നുമില്ല. 3-4 ഡെഫിനേഷനുണ്ട്. ആ ഡെഫിനേഷനകത്ത് പലതിനകത്തും പല രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡോക്ടർ മാത്യൂസ് ഡേവിഡ് എഴുതിയ ഒരു പുസ്തകം ആണ് ഞാൻ ഇതിന് റെഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. കുർബാനയെക്കുറിച്ചുള്ളതിനകത്ത് വളരെ പഴക്കമുള്ള ഒരു പുസ്തകമാണ്. അത് അച്ഛനിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഞ്ഞിനിക്കര ദേറാദിവനായ ബെന്യാമിൻ ജോസഫ് മാർ ഉസ്താദ് സിരിമേനി, അതുപോലെ തന്നെ കുറിയാക്കോസ് കൂർലോസ് സിരിമേനി, കണിയാമ്പറമ്പിൽ അച്ഛൻ, തീമോത്യോസ് സിരിമേനി, ഇവരൊക്കെ അവതാരിക എഴുതിയൊരു പുസ്തകമാണ്. അതിനകത്ത് അതിൻ്റെ 113-ാമത്തെ പേജ് ശോശപ്പ ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ ആഘോഷം കർത്താവിൻ്റെ പരിശുശ്രൂഷയുടെ ആരംഭമായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുവരെ കർത്താവ് മാതൃ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്നു. എന്നാൽ സ്നാപക യോഹന്നാൻ നടത്തിയ സ്നാനം വഴി താൻ അഹ്റോന്യ പൗരോഹിത്വം കൂടി സ്വീകരിക്കുകയും തുടർന്ന് പരിശുശ്രൂഷയും ദിവ്യബലിക്കായുള്ള ഒരുക്കവും ആരംഭിക്കുകയും ചെയ്യുന്നു. തൻ്റെ മർത്തീകരണ പദ്ധതിയുടെ പരസ്യ വ്യാപാരമാണ് ഇവിടെ വച്ച് കർത്താവ് ആരംഭിച്ചത്. താൻ മാതൃ സംരക്ഷണയിൽ നിന്ന് വിട്ടതിനെയും യോർദാൻ നദിയിൽ വെച്ച് താൻ സ്വീകരിച്ച സ്നാനത്തെയും ശോശപ്പ ആഘോഷം സൂചിപ്പിക്കുന്നു. സ്നാന സമയം സ്വർഗത്ത് നിന്ന് പ്രാവെന്നോണം പരിശുദ്ധ റൂഹ കർത്താവിൽ ആവസിച്ചതിനെ ശോശപ്പ ഒരുക്കി വിശുദ്ധ രഹസ്യങ്ങളുടെ മേൽ ആഘോഷിക്കുന്നത് സൂചിപ്പിക്കുന്നു. തൻ്റെ പരിശുശ്രൂഷ കർത്താവ് ആരംഭിക്കുന്നത് വരെ മാതൃ സംരക്ഷണയിൽ തന്നെ ആയിരുന്നതിനാൽ ഇതുവരെ വിശുദ്ധ രഹസ്യങ്ങൾ ശോശപ്പ കൊണ്ട് മൂടിയിരിക്കുന്നു. എന്നാൽ പരിശുശ്രൂഷ ആരംഭിച്ചതോടെ ആ സംരക്ഷണം താൻ സ്വീകരിക്കാഞ്ഞതിനായി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ശോശപ്പ നീക്കുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇങ്ങനെ കർത്താവിൻ്റെ ഖബറിൻ്റെ അടപ്പായി ഉപയോഗിച്ചിരുന്ന തീക്കൽ പാറ മാറ്റി താൻ ഉദ്ധാനം ചെയ്തതിനെയാണ് ശോശപ്പ നീക്കുന്ന ഈ ശുശ്രൂഷ പ്രതിനിധീകരിക്കുന്നതെന്ന് ഒരു വ്യാഖ്യാനവുമുണ്ട്. തീക്കൽ പാറയിൽ നിന്നൊഴുകിയ ജലത്തെയാണ് ശോശപ്പ ആഘോഷം കാണിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ശോശപ്പ ആഘോഷം നടത്തുന്ന രഹസ്യ പ്രാർത്ഥനയിൽ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി 12 നദികൾ ഒഴുക്കിക്കൊടുത്ത തീക്കൽ പാറ നീയാകുന്നു, ഞങ്ങളുടെ രക്ഷകൻ്റെ ഖബറുകൾ നിക്ഷേപിക്കപ്പെട്ട തീക്കൽ പാറ നീ തന്നെയാകുന്നു എന്ന് പ്രസ്താവിക്കുന്നതിൽ നിന്നുമാണ് മേൽപ്പറഞ്ഞ വ്യാഖ്യാനങ്ങൾ ഉടലെടുത്തത്. ഇങ്ങനെ ഈ വ്യാഖ്യാനങ്ങൾ ഏത് രീതിയിലൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പഠിച്ച വ്യാഖ്യാനം ഇതാണ്. അതല്ലാതെ അച്ഛൻ പറഞ്ഞ വ്യാഖ്യാനമുള്ളതായിട്ട് അറിയത്തില്ല. പിന്നെ മടക്കി വെക്കുന്നത് ഞാൻ പല ആളുകളും സിറിയയിൽ നിന്ന് വന്നിട്ട് ഇവിടെ കുർബാന ചൊല്ലിയിട്ടുള്ള പല മത്രാന്മാരും അതുപോലെ ദേറാക്കാരും ഒക്കെ ഇവിടെ പല പള്ളികളിലും കുർബാനയിൽ നിന്നൊക്കെ ഞാൻ കാണാനും അതിൽ സംബന്ധിക്കാനും ഒക്കെ പോയിട്ടുണ്ട് പലപ്പോഴും. അവരൊക്കെ പലരും തന്നെ ശോശപ്പ മടക്കി ചുറ്റി തിരിച്ചു വെക്കുന്നുണ്ട്. നമ്മുടെ സഭയിലെ മെത്രാപ്പൊലീത്തന്മാർ തന്നെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ തന്നെ മടക്കി ചുറ്റി വെക്കുന്നത്. അപ്പം അതിൻ്റെ സാരാംശം അച്ഛൻ പറഞ്ഞതാണ് എന്ന് ചുരുട്ടി തല വെച്ചിരുന്നുകൊണ്ട് മാത്രം എടുത്ത് മാറ്റി വെച്ച തലയിലല്ല, ദേഹം മുഴുവൻ ചുറ്റിയിരുന്ന തുണി ചുരുട്ടി മാറ്റി വെച്ചിട്ടാണ് കർത്താവ് പുറത്തേക്ക് ഇറങ്ങിയത്. അത് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അല്ലാണ്ട് തലയിൽ ഇരുന്ന തുണി എടുത്ത് ബാക്കി തുണി എന്ന് ചുറ്റിലൊന്നും അഴിച്ചിട്ടില്ല എന്നല്ല. അവൻ ശുഭ്രവസ്ത്രധാരിയായിട്ട് അവൻ ഉദ്ധാനം ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് മറിയം കണ്ടത്. അപ്പോൾ ആ മറിയം കണ്ടത്
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചതും പഠിച്ചതുമായ കാര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ശോശപ്പ് ആഘോഷിക്കുകയും ഈ പ്രാർത്ഥനയുടെ വിശുദ്ധമായ അച്ഛനും ഞാനും ചൊല്ലുന്ന വിശുദ്ധ കുർബാന ക്രമത്തിലെ ക്രമീകരണവും അനുസരിച്ചിട്ടാണെങ്കിൽ തീക്കൽ പാറയ്ക്ക് സമമായിട്ടാണല്ലോ അതിനെ കാണുന്നത്. അവിടെ ആഘോഷിക്കുമ്പോൾ പറയുന്നു അത് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് ചുറ്റിച്ച് മടക്കി വെക്കുന്നു. അത് മടക്കി അച്ഛൻ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, വിശുദ്ധ ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിശുദ്ധ വസ്തുക്കളിലൊന്നും ശുശ്രൂഷകർക്ക് തൊടാൻ പറ്റുന്നില്ല, കൈ കഴുകി തൊടാമെന്ന് പിന്നെ പറയുന്നുണ്ട്. എനിക്കതിൻ്റെ ലോജിക്ക് എന്നാന്ന് മനസ്സിലായിട്ടില്ല. കൈ മുത്തിയിട്ട് ഇത് രണ്ടും കൂടി എങ്ങനെ വെക്കുന്നത്? ഒരു കോണ് പൊക്കി ശുശ്രൂഷകനെ മുത്തിക്കുന്നു. അപ്പോൾ ശോശപ്പായാൽ അവർക്ക് പിടിക്കാനുള്ള റൈറ്റ് പോലും ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ടാണ് അത് കോണ് പൊക്കി അവരെ മുത്തിക്കുന്നതെന്നാണ് മാടപ്പാട്ട റമ്പാച്ചൻ ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു തന്നത്. അത് തന്നെ എന്നോട് യൂലിയോസ് തിരുമേനിയും പറഞ്ഞു തന്നു. അത് തന്നെ ഒരിക്കൽ എന്താ പറയുന്നത് കണിയാമ്പറമ്പിലച്ചനും പറഞ്ഞു തന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കോണ് പൊക്കി ശുശ്രൂഷകൻ മുത്തുന്നു, അത് തിരിച്ചു വെക്കുന്നു, ധൂപക്കുറ്റിയിൽ പുരോഹിതം മുത്തി കുരിശി വരച്ച് വിടുന്നു. ആ സമയത്ത് അവർക്കത് തൊടാനുള്ള റൈറ്റില്ല. പിന്നെ ശുഭ്കോനോ ചോദിക്കുക, അങ്ങനെ ഒരു കുറേ എൻ്റെ അറിവിലൊന്നും പല പള്ളികളിലും ഞാനത് ചെറിയ പ്രായത്തിൽ കണ്ടിട്ടില്ല. ഇടക്കാലം കൊണ്ട് ആണ് ഈ ശുശ്രൂഷകർ വന്ന് ശുഭ്കോനോ ചോദിക്കുന്ന രീതിയൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത്. ശുഭ്കോനോ ചോദിച്ച് അവർ അതൊരു എന്താ പറയുക വലിയൊരു പദവി പോലെ വന്നത് മടക്കി വെക്കുന്ന രീതിയൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് അധികം കാലങ്ങളൊന്നും ആയില്ല. ചില പള്ളികളിൽ ഞാൻ കണ്ടിട്ടുമില്ല, പോയിട്ട് ഇപ്പോഴും കാണാറില്ല. ചില പള്ളികളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു രീതി ശുശ്രൂഷകർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് ചില അച്ഛന്മാർ ചുറ്റി അങ്ങോട്ട് വെക്കുന്നു, ചില അച്ഛന്മാർ മടക്കി വെക്കുന്നു. ഞാനാ മടക്കി വെക്കുന്നതിനോട് യോജിച്ച് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. കാരണം അത് പല പിതാക്കന്മാരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പിതാവാൻ ദൈവത്തോടാണ് എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് ഒന്നും കൂടെ മനസ്സിലിരുത്തി അച്ഛൻ കണ്ടു നോക്കിയിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞതിനകത്ത് അച്ഛൻ എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല. ഞാനത് ഒരു വരുമാന മാർഗമായിട്ടല്ല ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതൊന്നും. എന്നെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ കാഴ്ചക്കാരുടെ എണ്ണം കൂടണമെന്ന് ആഗ്രഹിച്ചിട്ടുമല്ല. പകരം എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ഈ സഭയിലെ ഏറ്റവും കുറഞ്ഞ വൈദികൻ തന്നെയാണ്. എനിക്ക് 100% മറ്റാരേക്കാളും എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അത്ര പണ്ഡിതനുമല്ല. കാരണം എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ 3-4 പേരായിരുന്നു. അവരെനിക്ക് പറഞ്ഞു തന്ന അറിവ് ഞാനും പിന്നെ ഇതുപോലുള്ള പുസ്തകങ്ങൾ ഞാൻ എൻ്റെ കയ്യിലുണ്ട്. അത് എനിക്ക് സംശയം തോന്നുന്ന സമയങ്ങളിൽ ഞാനെടുത്ത് വായിച്ച് മനസ്സിലാക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ എൻ്റെ വിയോജിപ്പ് തന്നെ പറയുകയാണ്. വിശുദ്ധ കുർബാന അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം, അത് ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. സഭയുടെ എല്ലാ കൂദാശകളും എല്ലാ ശുശ്രൂഷകളും അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും അതിൽ പങ്കാളികളാകുന്നവർക്ക് മനസ്സിലായി ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും അതിൽ പങ്കാളിയാകണം. അതാണല്ലോ അതിൻ്റെ രീതി. പിന്നെ കുർബാന പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ച് വരുന്നത് എന്തിനാണെന്ന് ഈ കുർബാന തക്സയ്ക്കകത്ത് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പടിഞ്ഞാറേക്ക് എഴുന്നള്ളിച്ച് വരുന്നത് ജനത്തിന് കൊടുക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഈ കുർബാന തക്സയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ 14 ക്രമമുള്ള കുർബാന വെട്ടിക്കൽ സെമിനാരിയിൽ നിന്ന് ഇറക്കുന്ന കുർബാന തക്സയുടെ 123, 124 പേജുകളിലൂടെ വായിക്കുമ്പോൾ കൃത്യമായിട്ടറിയാം, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാരണത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നതുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങണമേ. അപ്പോൾ ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ നിന്ന് അവൻ്റെ ദാസർക്കായിട്ട് പാപപരിഹാരം ഇറങ്ങണമെന്നും പറഞ്ഞ് ഈ കസായം വിലാസം എടുത്ത് വടക്കോശത്തൂടെ തിരിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് ബാക്കി പ്രാർത്ഥന, ദൈവമായ കർത്താവെ കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുവുമ്പാകെയുള്ള നിൻ്റെ മൂപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിൻ്റെ ആരാധകരുടെ സംഘത്തെ നീ നിൻ്റെ വലതൃക്കരം നീട്ടി വാഴ്ത്തുമാറാകണമെന്ന്. അപ്പം ഇത് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നതെന്ന് കൃത്യമായിട്ടിവിടെ പറഞ്ഞിരിക്കുകയാണ്. പടിഞ്ഞാറേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്. രൂപമ്പാകെ ഉള്ള മുഖപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയ നിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി നോക്കി പാർന്നു നിൽക്കുന്ന ഈ നിൻ്റെ ആരാധകരുടെ സംഘത്തെ നിൻ്റെ വലതൃക്കരം നീട്ടി നീ വാഴ്ത്തി അനുഗ്രഹിക്കണം. എന്നിട്ട് ദർഗായിൽ നിന്ന് ഇറങ്ങി പടിഞ്ഞാറേക്ക് നടന്നുകൊണ്ട് വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മിശിഹാ ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും
ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ആ അനുഗ്രഹവും കരുണയും നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നവർക്ക് മാത്രമല്ല, ഇത് സംബന്ധിക്കാൻ ആഗ്രഹിച്ചവർക്ക് വേണ്ടിയും അവർക്കും കൂടി ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം അവിടെ എഴുതി വച്ചിരിക്കുന്ന അനന്തരം പട്ടക്കാരൻ നമ്മുടെ ദൈവമായ മശിഹാ തമ്പുരാൻ്റെ നിത്യാദിയായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്, അതായത് നാഥാ കൃപ ചെയ്യണമെന്നുള്ള ഗീതം പാടി, അതിനുശേഷം അതിനിപ്പം അനന്തരം പട്ടക്കാരൻ നമ്മുടെ ദൈവമായ മശിഹാ തമ്പുരാൻ എന്ന് പറയാൻ ഉടയോൻ അരുളി ചെയ്തു എന്നുള്ള ആ ഗീതമോ ചൊല്ലിക്കൊണ്ട് ജനങ്ങൾക്ക് കുർബാന കൊടുത്ത ശേഷം, ഞങ്ങളുടെ കർത്താവും ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിൻ്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ നിൻ്റെ വിശുദ്ധ രക്തവും എന്നുള്ള പാപപരിഹാരപരമായ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥന ആണ് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം. പടിഞ്ഞാറേക്ക് എഴുന്നള്ളി വരുന്നത് ജനത്തിന് വിശുദ്ധ കുർബാന കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് കുർബാന തക്സായിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെയൊക്കെയും അച്ഛൻ കാട്ടടച്ച് വിമർശിക്കുന്ന പോലെ തോന്നുമ്പോൾ അതിനൊരു സങ്കടം എനിക്കുണ്ട്, അത്രേ ഉള്ളൂ. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്തോ അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് വന്നായിരുന്നു നേരത്തെ, അതിന് മുമ്പൊരു വീഡിയോയിൽ. അത് അടുത്ത വീഡിയോ ഞാൻ തിരുത്തി. കാരണം ഞാനത് പെട്ടെന്ന് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ആളുകൾ വിളിച്ച് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. പക്ഷേ 4-5 വൈദികർ എന്നെ വിളിച്ചത് അത് അച്ഛാ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി ആണേന്ന് മനസ്സിലാക്കി പിറ്റേ വീഡിയോ ഞാനത് തിരുത്തി. അതിനുശേഷം ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഈ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഓരോന്ന് നോക്കി ഞാനിത് പറയുന്നത്. എൻ്റെ ചിന്തയിൽ നിന്ന് മാത്രമല്ല, അങ്ങനെ പറയാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ കുർബാന, ഈ കാണുന്ന പുസ്തകം ഡോക്ടർ മാത്യൂസ് ഡേവിഡ്, ഇദ്ദേഹം ആണ് ഈ കുർബാനയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കൂർലോസ് തിരുമേനിയുടെ, അതായത് കുര്യാക്കോസ് മാർ കൂർലോസ് തിരുമേനിയുടെ അവതാരികയുണ്ട്, അനുഗ്രഹ കൽപ്പനയുണ്ട്. അതുപോലെ തന്നെ കോട്ടയം ഭദ്രാസനത്തിലെ തിമോത്തിയോസ് തിരുമേനിയുടെ അനുഗ്രഹ കൽപ്പനയുണ്ട്. അതുപോലെ തന്നെ ബെന്യാമിൻ ജോസഫ് മാർ ഉസ്താദ് തിരുമേനിയുടെ അനുഗ്രഹ കൽപ്പനയുണ്ട്. അതുപോലെ തന്നെ കണിയാമ്പറമ്പിലച്ഛൻ്റെ അവതാരികയുണ്ട്. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഇത് കണിയാമ്പറമ്പിലച്ഛൻ എന്താണെങ്കിലും വായിച്ച് നോക്കാതെ ഒരു കാരണവശാലും ഒരു കാര്യത്തിനും അവതാരിക എഴുതി കൊടുക്കാത്തയാളാണ് അദ്ദേഹം. ഞാനിത് നോക്കിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞതിന് എനിക്കത് പൂർത്തീകരിച്ച് പറയാൻ സാധിച്ചില്ല എന്ന് അച്ഛൻ പറഞ്ഞത് ശരിയാണ്. കാരണം അത് ഞാൻ അംഗീകരിക്കുന്നു. അതിന് കാരണമുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശ ആളുകൾ ഉൾക്കൊണ്ടാൽ മതിയല്ലോ, വീഡിയോ അങ്ങ് ദൈർഘ്യത്തിൽ പോകണ്ടല്ലോ എന്നോർത്ത് മാത്രമാണ് അച്ഛൻ ഞാനത് അങ്ങനെ അങ്ങ് പറഞ്ഞ് നിർത്തിപ്പോയത്. അതായത് വെള്ളത്തിൻ്റെ അവസ്ഥയിൽ അതിന് H2 ആണ്. നീരാവിയായിട്ടിരിക്കുന്ന സമയത്തും അത് H2 ആണ്. ഐസായിട്ടിരിക്കുന്ന സമയത്തും H2 ആണ്. അതായത് ദൈവത്തിൻ്റെ 3 ക്നൂമാകളിലും അവൻ സാരാംശത്തിൽ ദൈവത്വം ഒന്നായിരിക്കുന്നു എന്ന് ഞാൻ അവിടെ ഉദ്ദേശിച്ചുള്ളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്താണെങ്കിലും പരിശുദ്ധ റൂഹായുടെ കാര്യത്തിൽ തന്നെ ഞാൻ ജഡീകമായ സൃഷ്ടികരമായ വസ്തുക്കളോട് താതാത്മ്യം ചെയ്തുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, അത് ഉപമയായിട്ടല്ല പറഞ്ഞത്. വിശുദ്ധ കുർബാന, ഞാനിപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. വിശുദ്ധ കുർബാന എന്താണ് എന്ന് വിശ്വാസ സമൂഹം അറിയണം. കൂദാശകൾ എന്താണ് എന്ന് വിശ്വാസ സമൂഹം അറിയണം. നമ്മുടെ യാമപ്രാർത്ഥനകൾ എന്താണ് എന്ന് വിശ്വാസ സമൂഹം അറിയണം. ഇല്ലെങ്കിൽ അവരിതുപോലുള്ള ധ്യാന കേന്ദ്രങ്ങളെയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വിശ്വാസം വിട്ട് പോകും. ഇന്നത്തെ തലമുറ ഈ ആധുനിക ലോകത്ത് ഇതെല്ലാം അടച്ചു കെട്ടി വെച്ചിട്ട് നിങ്ങളിതൊന്നും അറിയണ്ട, ഞങ്ങൾ പറയുന്നത് നിങ്ങളങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വാസികളെ നിലനിർത്താൻ പറ്റില്ല. ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ല കേട്ടോ, അച്ഛനോട് ക്ഷമിക്കണം. എൻ്റെ സംസാര ശൈലി ഇങ്ങനത്തേതാണ്. അല്ലാണ്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ പദവി, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛൻ പട്ടയേറ്റ ആളാണങ്ങ്, അപ്പോൾ അങ്ങയുടെ പദവിയോ ഒന്നും താഴ്ത്തി കെട്ടി പറഞ്ഞതല്ല. മറിച്ച് അച്ഛൻ ആ വീഡിയോകളൊന്നും കൂടെ മനസ്സിരുത്തി ഒന്ന് കണ്ടു നോക്കിയിട്ട് അതിനെ വിലയിരുത്തുന്നതാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. അതല്ല ഞാൻ തിരുമേനിമാരെയൊക്കെ പറഞ്ഞതിൻ്റെ ആ ദേഷ്യത്തിൽ അച്ഛൻ പറഞ്ഞതാണെങ്കിൽ
അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ആരെയും പ്രത്യേകിച്ച് അച്ഛൻ ഞാനൊരു കാര്യം പറയാം, അച്ഛൻ എന്നല്ല ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളെ നോക്കി വിമർശിക്കുന്ന ഒരു സ്വഭാവ രീതി എനിക്കില്ല. ഞാൻ ആരുടെയും പേഴ്സണൽ മാറ്റേഴ്സ് സ്വകാര്യ ജീവിതത്തിൻ്റെ അവരുടെ സ്വഭാവം എന്താണെന്ന് അന്വേഷിച്ച് പോകാറുമില്ല. കാരണം അതിനുള്ള യോഗ്യതയില്ല. ഞാൻ വച്ച ഈ യാക്കോബായ സുറിയാനി സഭയിലെ ആർക്കും വേണ്ടാത്ത ഒന്നിനും കൊള്ളാത്ത വൈദികൻ ഞാൻ തന്നെ. അതെനിക്ക് നല്ല ബോധ്യമുണ്ട് അച്ഛൻ. ആ ബോധ്യത്തിൽ തന്നെ നിന്നുകൊണ്ട് പക്ഷേ വിശ്വാസ സമൂഹം എൻ്റെ വീഡിയോകൾ ഏറ്റെടുക്കുകയും അവർക്ക് ഇത് അനേക സന്തോഷമുണ്ട്, പല അറിയാത്ത കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഇനിയും ചില വീഡിയോകളോട് ചെയ്യാനുണ്ട് അച്ഛാ. നിങ്ങൾക്കൊക്കെ എതിർപ്പുണ്ടെങ്കിൽ ഞാനതൊക്കെ നിർത്തിയേക്കാം. എന്നാലും പക്ഷേ ചെയ്യുന്ന വീഡിയോ ഇനി ചെയ്യാനുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനകളെക്കുറിച്ചാണ്. അതും ഞാനൊന്ന് റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനത്ര കാണാപ്പാടം പഠിച്ചൊരു വ്യക്തിയല്ല, എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല, അതിനുള്ള കഴിവുമില്ല. കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവ് എന്തെങ്കിലും തന്ന് പുസ്തകം നോക്കുന്നു, മനസ്സിലാക്കുന്നു, അറിയാമെങ്കിൽ പറയും, അറിയാൻ പാടില്ലാത്തതാണ് മൗനം പാലിക്കില്ല, അറിയാവുന്ന അവിടെ ചോദിക്കും. അങ്ങനെ അതേ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവ് അച്ഛൻ്റെ കുർബാനയിൽ എന്നെയും ഓർക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. കുറച്ചും കൂടെ കാര്യങ്ങളെ എനിക്ക് വ്യക്തമാക്കി അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കുകളൊന്ന് കാണിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു. ആ മിസ്റ്റേക്കുകളായിട്ട് തന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു. അതല്ലാതെ ഞാൻ പറഞ്ഞാത്ത കാര്യങ്ങളെ മറ്റൊരു തലത്തിൽ പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഞാൻ ഉദ്ദേശിച്ച കാര്യമല്ല, പറയാത്ത കാര്യമാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു മറുപടി അച്ഛന് വേണ്ടി ഇട്ടത്. അച്ഛൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിനോ തർക്കത്തിനോ ബഹളത്തിനോ ഒന്നുമല്ല, മറിച്ച് ആ ഉപദേശങ്ങളെ ശിരസ വഹിച്ചുകൊണ്ട് തന്നെയാണ്, ഞാനതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. തുടർന്നും എൻ്റെ വീഡിയോ ഒക്കെ അച്ഛൻ കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛന് സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയോ മറുപടി തന്നാൽ സന്തോഷം തന്നെ. കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവ് കരുണയും കൃപയും നമ്മൾ ഇരുവരോടും സകലരോടും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും.